പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് വഴിയൊരുക്കുന്നവനാണ്. നമുക്ക് മുമ്പാകെ പോയി ദൂതനെ അയച്ച് വഴി ഒരുക്കുന്ന ഒരു കർത്താവ്. നമ്മുടെ വാഹനയാത്രകളിൽ മുമ്പടെയായും പിമ്പടെയായും ഇരു സൈഡിലും ദൂതന്മാരുണ്ട്. അതുകൊണ്ടാണ് അനർത്ഥങ്ങൾ വരാഞ്ഞിട്ടല്ല, അപകടങ്ങൾ വരാഞ്ഞിട്ടല്ല, ദൈവം നമ്മളെ സൂക്ഷിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഈ രക്ഷപ്പെട്ട് പോരുന്ന നമ്മുടെ മിടുക്കോ കഴിവോ ഒന്നും കൊണ്ടുമല്ല, നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ പുണ്യം കൊണ്ടുമല്ല. ദൈവം നമ്മളെ അങ്ങനെ എല്ലാം വിടുവിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന കർത്താവാണ്. കർത്താവ് വഴി വെട്ടുന്നവനാണ്. ദൈവത്തിന് ആരും വഴി വെട്ടി കൊടുക്കരുത്. ചിലരൊക്കെ ദൈവത്തിന് വഴി വെട്ടുന്നവരാണ്. കർത്താവെ അങ്ങനെ പ്രവർത്തിക്കണം, ഇങ്ങനെ പ്രവർത്തിക്കണമേ അല്ലേ. കർത്താവിന് നേഴ്സിൻ്റെ ജോലിയൊക്കെ കൊടുക്കും. അത് പാടില്ല. കർത്താവിൻ്റെ ദാസന്മാരാണ് നമ്മൾ, യജമാനനാണ് കർത്താവ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ സേവകരാണ്. ആ കാര്യം ബോധ്യത്തോടെ നമ്മൾ എന്ത് ചെയ്യാൻ? ദൈവത്തിൻ്റെ വേല ചെയ്യാൻ ഒരുങ്ങണം. ഇവിടെ മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, എനിക്ക് മുമ്പായി വഴി നിർത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു എന്നാണ്. അപ്പോൾ എനിക്ക് മുമ്പായി അല്ലേ. ഇപ്പോൾ കർത്താവിന് മുമ്പായി ഒരു ദൂതനെ അയച്ചില്ലേ അല്ലേ. യോഹന്നാനെ അയച്ചു, എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പ് അല്ലേ. അപ്പോൾ കർത്താവിൻ്റെ വചനം അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ആ ദൂതൻ കർത്താവിന് മുമ്പായി കടന്നുപോയി വഴിയൊരുക്കിയെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള വഴികൾ കർത്താവ് ഒരുക്കുകയാണ്. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം വഴിയൊരുക്കിയെങ്കിൽ യോസഫിനാണ് അല്ലേ വഴി ദൈവം വെട്ടിക്കൊടുത്തത്. ആ വെട്ടിയ വഴിയിലൂടെ അവൻ കടന്നുപോയി. ഒരുപാട് ശോധനകളും വേദനകളും ഒക്കെ ഉണ്ടായെങ്കിലും അതിൻ്റെ അറ്റത്ത് സന്തോഷപ്രദമായി അല്ലേ ഒരു രാജകീയ ഇരിപ്പിടം, രാജകീയ ചെങ്കോല്, രാജകീയമായിരിക്കുന്ന കിരീടം അല്ലേ, അധികാരം എല്ലാം കിട്ടി. അനേക നന്മകൾ അടങ്ങിയ അനുഭവങ്ങളിലൂടെ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുവാനിടയായത്. പ്രിയരെ, നമ്മുടെ കർത്താവ് ഇതുപോലെ നമ്മളെ നടത്തും. അപ്പോൾ നമ്മളെ സൂക്ഷിക്കുന്ന, കരുതുന്ന കർത്താവിൻ്റെ കരുതലാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഈ ഇത്ര സ്നേഹമായി നമ്മളോട് പെരുമാറുന്ന ദൈവത്തെ നമുക്കെങ്ങനെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? പ്രാർത്ഥിക്കാതിരിക്കാൻ കഴിയും? അതുകൊണ്ട് ദൈവസന്നിധിയിൽ നാം കർത്താവിനെ അധികമായി സ്നേഹിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് നമ്മൾ സന്തോഷമുള്ളവരായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് മുമ്പായി വഴിയൊരുക്കുന്ന കർത്താവ് ഉണ്ടല്ലോ. അതുകൊണ്ട് ഏതൊരു ഗവൺമെൻറ് ഓഫീസുകളിൽ നമ്മൾ പോയി ബുദ്ധിമുട്ടി ഭാരപ്പെട്ടെങ്കിൽ ദൈവം ദൂതനെ അയക്കാൻ പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഫയൽ തുറക്കപ്പെട്ടിരിക്കും, കമ്പ്യൂട്ടർ ഓപ്പൺ ആയിരിക്കും, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടും, സീലടിക്കും, ഒപ്പിടേണ്ടവർ ഒപ്പിടും കേട്ടോ. അപ്പോൾ എല്ലാ തടസ്സങ്ങളെയും മാറ്റിക്കൊണ്ട് ദൈവം വഴി തുറക്കുന്നു, ദൂതനെ അയക്കുന്നു, പ്രവൃത്തി വെളിപ്പെടുന്നു. നമുക്കതിൽ വിശ്വസിക്കാം, സ്തോത്രം ചെയ്യാം, കർത്താവിൻ്റെ മഹത്വം കണ്ട് സന്തോഷിക്കാം. ഈ ദൂത് നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. ആമേൻ.